ഹായ്. എത്ര പേര് പ്രഗ്നൻസിയുടെ ടൈമില് പാരൻസിന്റെ അടുത്ത് ബഹളം വെച്ചിട്ടുണ്ട്? ഈ വേദുകുളിയും തിളച്ച വെള്ളമൊന്നും ഞങ്ങളുടെ മേലെ ഒഴിക്കണ്ട, ഡോക്ടർ അത് ഒഴിക്കണ്ട എന്ന് പറഞ്ഞിട്ട് ഇതൊക്കെ പഴഞ്ചൻ രീതികളല്ലേ എന്ന് പറഞ്ഞിട്ട്. ബിക്കോസ് ഐ എം വൺ ഓഫ് ദോസ്. ഞാൻ ഛർദ്ദിച്ചു എന്ന് മാത്രമല്ല, വെള്ളം ചൂടാക്കി 40 ലിറ്ററിന്റെ, അതായത് 20 ലിറ്ററിന്റെ വലിയ വലിയ ക്യാനിൽ കൊണ്ടാക്കി വെച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ അതിലൊരു 30 ലിറ്റർ എക്സ്ട്രാ വെള്ളം ചേർത്ത് ചൂടൊക്കെ കുറച്ച് ഞാൻ നൈസായി എൻ്റെ മേലെ ഒഴിച്ചു. ആ പണി ആണെന്ന് ഒരു ഒരു 60-70% ആ കള്ളത്തരം ചെയ്തതിനാണ് എനിക്കിപ്പോ പണി കിട്ടിയിട്ടുള്ളത്. നമ്മൾ ഈ കുഞ്ഞിനെ ക്യാരി ചെയ്യല്ലേ, ഒബ്വിയസ്ലി അവിടെ ഒരു സ്ട്രെയിൻ ഉണ്ടാവുമല്ലോ, ബാക്ക് ബോണിലേക്ക്, ഹിപ്പിലേക്കൊക്കെ. കുട്ടി ഇറങ്ങി വരുന്നത് ഹിപ്പ് ബോൺ തള്ളി തുറന്നിട്ടാണ്. സോ ഹിപ്പ് ഓൾറെഡി ഇളകും. പിന്നെ വളരെ വൾണറബിൾ, ഫ്രജൈൽ ആയിരിക്കും നമ്മളുടെ ബോഡി. നമ്മൾ അന്ന് ആ ചുടുവെള്ളം ഒഴിക്കാൻ പാരൻസ് തന്നു കഴിഞ്ഞപ്പോൾ ചെയ്യാതിരുന്നതിൻ്റെ എഫക്റ്റ് ഇന്ന് ഞാൻ ഹിപ്പ് പെയിൻ, സ്പൈനിൻ്റെ ഇഞ്ചുറീസ് ഇതെല്ലാം കൂടെ ചേർത്ത് അനുഭവിക്കുന്നുണ്ട്. ആൻഡ് പണ്ട് പാരൻസ് തന്ന ചൂടിലല്ല കേട്ടോ, ഇന്ന് ആയുർവേദൻ ട്രീറ്റ്മെന്റിന് പോയി കഴിഞ്ഞാൽ അവര് ധാര എന്ന് പറയുന്ന സാധനം ചെയ്യുക, തിളച്ച ചൂടായിരിക്കും. പക്ഷെ അതുകൊണ്ട് ഞാനൊരു കാര്യം മനസ്സിലാക്കി, ആദ്യം ഒഴിക്കുന്ന ചൂട് പിന്നീട് ഉണ്ടാവാറില്ല. ഓക്കെ, ആ സെല്ല് അങ്ങ് ഡൈ ആവുന്നതാണോ എന്ന് വിചാരിച്ചു, അല്ല. മസിൽസിനെ ചുറ്റി നിൽക്കുന്ന ഫാറ്റ് മുഴുവൻ ഉരുകിപ്പോവും. ക്ലിയർലി മസിലൊക്കെ ക്ലിയർ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഇങ്ങനെ ഒഴിയാനൊക്കെ എളുപ്പമുണ്ടാവും. അതിനാണ് അവര് ധാര ചെയ്യുന്നത്. നമ്മളുടെ മസിലിനെയൊക്കെ ഇങ്ങനെ ഉടച്ച് ഇങ്ങനെ ഇങ്ങനെ ഫ്രീ ആക്കി തരും. എക്സാക്ട്ലി ലൈക്ക് പ്രഗ്നൻസി. അതായത് നമ്മളുടെ ബോഡിയിൽ എന്ത് ഒടിവ്, ചതവ്, എന്ത് സാധനം വന്നിട്ടുണ്ടെങ്കിലും ഈ പ്രഗ്നൻസി കെയറോട് കൂടി, പോസ്റ്റ്നേറ്റൽ കെയർ എന്നൊക്കെ പറയില്ലേ, അതോടുകൂടി ആ ഇഷ്യൂ നിൽക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പോസ്റ്റ്നേറ്റൽ കെയറിൽ നമുക്ക് ധാരയാണെങ്കിലും കിഴിയാണെങ്കിലും ഒക്കെ വെക്കുമ്പോൾ നമ്മളുടെ ബോൺ ആൻഡ് ബോഡി കംപ്ലീറ്റ് ആയിട്ട് റെജുവിനേറ്റ് ചെയ്യാണ്. Literally, they are breaking the fat that is been covering the whole muscles, inside the muscles and nerves and everything. They give you the lubricants that we need to flush out the toxins, and then they make your muscles loose, and they do the kiji and do the maximum penetration of heat, which intact loosen all our muscles. അത് കഴിഞ്ഞ് they'll do, if there is any complications or something, അവരെന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഒരു വസ്തി എന്ന് പറയുന്ന സാധനം വെക്കും. പ്രത്യേകിച്ചൊന്നുമില്ല, മാവിനെ എടുത്ത് ഒരു ഷേപ്പിൽ അങ്ങ് ആക്കിയിട്ട് അതിനകത്ത് എണ്ണ വെക്കാം. Somehow, after loosening the whole the mass or the fat and loosening the complete muscles, it actually absorbs oil and it lubricates every bone, it lubricates the muscles, it creates flexibility that we were losing all round. Then they do the ഈ ഉഴിയൽ എന്നൊക്കെ പറയില്ലേ, അതുപോലെ അങ്ങ് ഉഴിയും. ഈ വെയിൻസ് ഒക്കെ നമ്മൾ ഈ ഭാരം താങ്ങി നടക്കുമ്പോൾ, ഓവർ വെയിറ്റ് എടുക്കുന്ന ആളുകൾക്കൊക്കെ വെയിൻ ഇങ്ങനെ ചുളിഞ്ഞു നിൽക്കും കേട്ടോ. അതിങ്ങനെ സ്ട്രെച്ചായിട്ട് തിരിച്ചു വിടുമ്പോൾ നമ്മൾ ഇങ്ങനെ ഇങ്ങനെ ആവില്ലേ, കോയിലില്ലേ, സെയിം തിങ്. ആ കോയിൽ ചെയ്യുന്നതിന് അവരിങ്ങനെ പിഴിഞ്ഞ് ആ മസിൽസ് ഒക്കെ മാറ്റി അവരെങ്ങനെ പിഴിഞ്ഞ് ആ സാധനമൊക്കെ മേലെ കൊണ്ടുവരും. We get bruises and rashes all over. അത് കഴിഞ്ഞ they'll clearly tone the muscles down. പിന്നെ നമ്മൾ ലൈറ്റായിട്ട് ഫുഡ് കഴിച്ച് ആ ഫാറ്റിനെ തിരിച്ച് കയറിപ്പിക്കാതെ നിന്ന് we are actually building the strength to the, like, a new body and a new mind. It's actually good.
സോ എന്നെ പോലെ പ്രഗ്നൻസിക്ക് ഈ വേദുകുളിയും പ്രഗ്നൻസിയുടെ കെയറും പോസ്റ്റ്നാറ്റൽ കെയർ ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ ഭാവിയിലേക്ക് പ്രശ്നം പ്രതീക്ഷിച്ചോളൂ. ആൻഡ് അവര് നമ്മൾ പ്രഗ്നൻസിയുടെ ടൈമിൽ അറ്റ്ലീസ്റ്റ് എവറിത്തിങ് ഈസ് ഇൻ അവർ കൺട്രോൾ. വെൻ വി ഗോ ഫോർ എ ട്രീറ്റ്മെന്റ് it is not in our control and double intensity ആണ് and we are working out, and I have done it. I feel like rejuvenating and like so refreshed, so flexible that I wanted to share with you guys.